ഹലോ, അസ്സാം വലൈക്കും. മോളൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വ്ളോഗായിട്ട് വരാറുണ്ട്. നാഷിമോനെ അകത്ത് കറണ്ട് പോയപ്പോൾ ചൂടായപ്പോൾ ഇവിടെ പുറത്തൊരു പതപ്പെട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് വാക്കിന് പോകും കേട്ടോ. ശിവക നടക്കാൻ പോകും കേട്ടോ. ഞാൻ പോവാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകണം എന്താ വെച്ചാൽ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിരുന്നു. അപ്പോൾ 8ഉം H-ഉം 8 ക്ലിയർ ആയില്ല എപ്പോഴും. അപ്പോൾ ഞാൻ ഓരോ കൂടെ പോയിട്ട് ഓരോ പോകണമെന്ന് ഗ്രൗണ്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് നോക്കാന്നുള്ളതിൽ. പക്ഷേ H-ൽ 8ൽ അവിടെ ബൈക്ക് H കുറച്ചും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ 8 എന്താണെന്നറിയോ, ബൈക്കായ കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ട്. എന്തായാലും വിട്ട് നോക്കിയിട്ട് ശരിയാവട്ടെ. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ. നല്ല മഴ പെയ്തിരുന്നു നല്ല രാത്രി. അപ്പോൾ ആശുമ്പോൾ ഞങ്ങൾ കൂടെ വന്നു. മദർസിൽ പോകാനായിട്ടില്ല, ടൈം ആവണുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ ആ റോട്ടിൽ തന്നെ നടക്കില്ല. പിന്നെ എനിക്ക് H-ഉം 8ഒക്കെ ഇടാൻ 8 ഇടാനുള്ളത് കൊണ്ടാണ് ഞാൻ 8 പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകണം കേട്ടോ, ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അവിടെ ആകുമ്പോൾ ആരും ഡിസ്റ്റർബൻസ് ഇല്ല, ആൾക്കാരില്ല, ഒന്നുമില്ല. നല്ല സുഖമായിട്ട് എവിടെ വെച്ചാൽ തിരുനാവായ കൊടക്കലിൻ ഇടയിലുള്ള ബന്ത്രക്കടവ് എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കാലത്ത് കപ്പലിറങ്ങിയ സ്ഥലം കൊണ്ടാണ് അവിടെ ബന്ത്രക്കടവ് എന്ന് പറഞ്ഞത്. പക്ഷേ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ചരിത്രം എന്നോട് ചോദിക്കാത്ത എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ചരിത്രം കേൾക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. ഫുൾ ബ്രിട്ടീഷുകാരുള്ള ഉള്ള ഏരിയ ആയിരുന്നു ഇവിടെ. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ചരിത്രം ഞാൻ ഏതോ ഒരു മാമാങ്ക പരിപാടിക്ക് മാമാങ്ക മഹോത്സവത്തിൻ്റെ ഏതോ ഒരു പരിപാടിക്ക് ഞാൻ വന്നപ്പം അവരവിടെ പ്രസംഗിക്കണ കേട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് എനിക്കൊന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഇത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളാണ്. ഇത് കഴിഞ്ഞാൽ കുറേ സർക്കാരിൻ്റെ സ്ഥലങ്ങളാട്ടോ. കാരണം സർക്കാരിൻ്റെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം ഒരാളതുമല്ല. പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നിറയെ മാങ്ങയും തേങ്ങയും അതുമൊക്കെ ഇങ്ങനെ റോട്ടിക്കൊക്കെ വീണെടുക്കുന്നുണ്ട്. ഒരുപാട് പറമ്പാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഈ ഒരു ഹോസ്പിറ്റലുണ്ട്, നമ്മൾ പ്രസവ സുരക്ഷ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആളില്ല കേട്ടോ. പിന്നെ മയിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് പോകുമ്പോൾ എപ്പോഴും മയിലിനെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം മയിലിനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ വന്നിരിക്കും, മയിൽ ഓടി കഴിച്ചിട്ടുണ്ടാവും. അപ്പം നല്ലൊരു വൈബുള്ള നമ്മൾ വൈകുന്നേരം രാവിലെയൊക്കെ പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ പോയിരിക്കുമ്പോൾ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കാതിരിക്കുകയാണ് ബെറ്റർ. കാരണം അവിടെ ഒരു ഏരിയ അല്ല, ഒരാളില്ലാത്ത ഏരിയയാണ്. പിന്നെ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, ഒരാളും രണ്ടാളൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും അവിടെ പോയിരിക്കാതിരിക്കുക. സ്ത്രീകളുടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇപ്പം മിക്കവാറും പോക്ക്. അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ. ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു ഇതിൻ്റെ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ഇവർ ഓടും നടക്കുകയൊക്കെ ചെയ്യും. ഞാൻ ആ കൂട്ടത്തിൽ എനിക്ക് പിന്നെ ഇതൊന്ന് പഠിക്കാം, സ്കൂട്ടി. നല്ല നമ്മൾ എക്സ്പീരിയൻസ് ആവണത്തോളം റെഡിയാവും. സ്കൂട്ടി എല്ലാം അവിടെ ബൈക്കാണ്. പക്ഷെ ബൈക്ക് വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടിമേലാണ് ചെയ്യുന്നത്. പക്ഷെ ബൈക്ക് ഇട്ടിടല്ലോ ഭയങ്കര പാടാ മക്കളെ. ആദ്യം ഏറ്റവും പഠിച്ചാൽ പറ്റുന്ന MIT ഇട്ടിട്ട് എപ്പോഴും അവിടുന്ന് പോകുന്നിരുന്നു. ഇത് ഞാൻ ബൈക്കിൽ ഇട്ടിടലായിട്ട് എടങ്ങേറിൻ്റെ കുട്ടിയിക്കണ നീ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് അടിപൊളി ഗ്രൗണ്ടാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ കാണാം കേട്ടോ. കാരണം ഇപ്പം ഇവിടെ വളം നിൽക്കുന്നുണ്ട് അത്ര ഇതുമാണ്. പക്ഷെ നല്ല ചുറ്റും പച്ചപ്പും പല പഴങ്ങളൊക്കെ ഉണ്ട്. ചുള്ളിക്ക മാങ്ങൊക്കെ ഇങ്ങനെ വീണെടുക്കണം, ആർക്കും ആവശ്യമില്ല. അപ്പം ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞാൽ അവർ ഹസ്ബൻഡ് നടക്കും, ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കും. പിന്നെ കുറേ നടക്കും കേട്ടോ. അവർക്ക് നടക്കണം ഓടുന്നൊക്കെ ഉണ്ട്, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, കുറച്ചൊക്കെ നടക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ നടക്കാൻ പോയിരുന്നു. ഇപ്പം ഞാൻ നടക്കാൻ പോകില്ല, മടിയായിട്ട്. അപ്പം അവർക്ക് കണ്ട മഴ പെയ്തിട്ടൊക്കെ വെള്ളം നിൽക്കുന്നു ഗ്രൗണ്ടിൽ. പക്ഷെ ഇത് മണലുള്ളൊരു ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വേണേൽ വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ അവർ നടക്കണുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്നിട്ടോ, കുറച്ചൊക്കെ വണ്ടി ഓടിച്ചതിന് ശേഷം ഞാൻ നടന്ന്. അപ്പോൾ നമ്മൾ 8ഉം 8ഉം ഇതൊന്നും ഇടുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആക്കണം. അപ്പോൾ റോഡിലേക്കൊക്കെ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ, വേറെ കാര്യം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണ്. എൻ്റെ ഓട്ടത്തിൻ്റെയും ഡീറ്റെയിലൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മളപ്പോൾ കടവക്ക് പോകട്ടോ. പുഴയ്ക്ക് നമ്മളെ ഭാരതപ്പുഴയാണ്, നീളാ നദി എന്നൊക്കെ പറയും. ഇവിടെയൊക്കെ തറകളൊക്കെ ഉണ്ട്. എന്താണെന്നൊരു പിടുത്തില്ല. അത് സർക്കാർ സ്ഥലമാണ് തോന്നുന്നു. ആണ്, ഇവിടെ വീടുകളും കാര്യങ്ങളൊന്നുമില്ല, സർക്കാർ സ്ഥലം തോന്നുന്നു. കാരണം ഈ കടവിൽ പണ്ട് ഈ യുദ്ധത്തിനാണ് എന്താണോ, ഞാൻ ഈ ചരിത്രം കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് കേട്ടിട്ട് കുറേ ഒരു 10-15 വർഷം മുമ്പ്. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു തരാനറിയില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ലെന്ന് അറിയില്ല. പണ്ട് കപ്പൽ വന്നൊരു സ്ഥലമാണ്, അത്രയും അറിയാം എനിക്ക്. അത് സ്വതന്ത്ര സമര കാലത്ത്. അപ്പം ആ ഒരു കടവൊക്കെ പോയിട്ട് നല്ല വിഷ്വൽസുള്ള ഒരു എന്താ പറയുക, നല്ല ഫോട്ടോസും അതൊക്കെ എടുക്കും. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും ഇക്കാരട്ടെ പോയാൽ. ഇപ്പം വെള്ളം കുറവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇരുത്തിയുന്ന ഏരിയ ആയിരുന്നു എന്നാണ് എൻ്റെ മാപ്പിള പറഞ്ഞത്. ഇവിടെ ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ, പിള്ളേരുകൾ ഉണ്ട്. രാവിലെ തന്നെ പിള്ളേരുകളുണ്ട്, വൈകുന്നേരം ആണെങ്കിലും പെണ്ണുങ്ങളുണ്ടാവും, പിള്ളേർ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ചില സമയത്ത്.
പിന്നെ വൈകുന്നേരം ഗ്രൗണ്ടിൽ പന്തുകളി ഉണ്ടായതുകൊണ്ട് ആ ഒരു സമയത്ത് അവിടെ പ്രാക്ടീസ് നടക്കില്ല. അതാണ് ഞങ്ങൾ രാവിലെ തന്നെ വരുന്നത്. അപ്പം എന്ത് രസമല്ലേ കാണാൻ, നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നമ്മൾ നല്ല ഒരിക്കലും വെയിലുണ്ടെങ്കിലും ഈ ഒരു മരത്തിന് ചോട്ടത്ത് വെയിലടിക്കില്ല. അത്രക്കും തിക്കായിട്ടുള്ള മരങ്ങൾ, വാഗ അപ്പുറം വാഗമൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള വയലറ്റ് പൂക്കളും, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് സ്ഥലം. ഞാൻ എന്നും ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. ചിലപ്പം ഇവിടെ ആളുകൾ കുറേ, ഇന്നലൊക്കെ ആളുകൾ കുറഞ്ഞ ഞായറാഴ്ച കുറേ ഉണ്ടായിരുന്നു. പക്ഷെ 7 മണിയാണ് ഈ സമയം, 6:30 7 മണി. പക്ഷേ ഇവിടെ അപ്പോഴും ആളുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ചൂണ്ടലിടാനും ഒക്കെ ആളുണ്ടാവും കേട്ടോ. ചില ദിവസങ്ങളിൽ ചൂണ്ടലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ കണ്ട് ഞങ്ങൾ തിരിച്ച് അവിടുത്തെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാടൊന്ന് കാണിച്ചു തരാച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. അങ്ങനെ തിരിച്ച് വരികയാണ് ഞങ്ങൾ. തിരിച്ച് വരുമ്പോൾ ഈ ഭാഗമൊക്കെ ഞാൻ പോകുമ്പോൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് വരാനുള്ള വഴി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പന്ത്രക്കടവിൽ നിന്ന് നേരെ പോകുന്നത്, ഇതാണ് ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ. ഒരു സ്കൂളാണ്, ഞാൻ പറഞ്ഞില്ല ഗവൺമെൻറ് സ്കൂളെല്ലാം തോന്നുന്നു. അല്ല കേട്ടോ, ഗവൺമെൻറ് സ്കൂളെല്ലാം തോന്നുന്നു കേട്ടോ. എനിക്ക് വലിയ ഈ ഏരിയക്കുള്ള ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ 10-20 വർഷം ആവാനായി വന്നിട്ട്, 19 വർഷം ഞാൻ ഈ ഏരിയക്ക് വരുന്നത് ആദ്യമായിട്ട്. ഞാനിപ്പം ഈ ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്താണ്, ഒരു 2-3 ആഴ്ച മുമ്പേ ഞാൻ ഈ വരുന്നത്. അതുവരെ ഞാൻ ഈ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ ഇവിടെ ഒരു മരുന്നറ പറഞ്ഞിട്ടൊരു ഇതുണ്ട് സംഭവം. അത് മാമാങ്കത്തിൻ്റെ ഒരു എന്തോ ഒരു ഇതാണ്. അതിൻ്റെ ചരിത്രം എന്നോട് ചോദിക്കാതെ എനിക്കറിയാം. മാമാങ്ക സ്മാരകം മരുന്നറ. അവിടെ ഞാൻ വരുന്ന സമയത്ത് ഒന്നൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 9:30 മുതൽ 4 മണി വരെ, 5 മണി വരെയാണ് പ്രവേശനം. ഞങ്ങൾക്ക് ഇതുവരെ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ നേരെ ചെല്ലണ തിരുനാവായ കൊടക്കലിൻ്റെ ഇടയിലുള്ള റോട്ടിലാണ്. ഒരു വളവുണ്ടല്ലോ, ആ ഒരു ഏരിയയിലാണ് നമ്മൾ ചെന്ന് കയറുക. ആ വളവ് നിന്ന് കുറ്റിപ്പുറം പോകുമ്പം വലത്തെ സൈഡെടുക്കും, തിരൂർ പോകുമ്പം ഇടത്തെ സൈഡെടുക്കും. അപ്പം ഇതാണ് നമ്മൾ പോണ സ്പോട്ട്, നമ്മൾ കയറേണ്ട സ്പോട്ട് ഇതാ. ഈ ഒരു ഇത് ഇങ്ങോട്ട് മേലേക്ക് നമ്മളെ കൊടക്കൽ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ വയലിൽ, ഇതാണ് ബാക്ക് ഭാഗം. ഇത് തിരുനാവായ റൂട്ട്, തിരുനാവായ അടുത്താണ്, കൊടക്കലിലും അടുത്താണ്. ഈ ഒരു ഓടിട്ടതൊക്കെ കാണുന്നത് പണ്ടല്ല, ഒരു 10-18 വർഷം മുമ്പുള്ള കൊടക്കൽ ഓട് ഫാക്ടറിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ്. ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ വലിയ ഓട് ഫാക്ടറി ഉണ്ടായിരുന്നു. പ്രവർത്തനമില്ല കേട്ടോ. 1800 സംതിങ്ങിൽ 6 എന്തോ അവിടെ മതിലിലൊക്കെ എഴുതി വെച്ചിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് ഈ ഓട് ഫാക്ടറി. അപ്പം ഇത് അപ്പുറത്തേക്ക് കാരത്തൂർ റോഡും ഇപ്പുറത്തേക്ക് ബീരാഞ്ചർ റോഡിനാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പം ഇവിടെ തന്നെ മാമാങ്കത്തിലെ പിന്നെ മണിക്കിണറുണ്ട്. മണിക്കിണറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്ന് ഈ മാമാങ്കത്തിൽ മരിക്കണ ചാവേറുകളെ ഈ മണിക്കിണറിൽ ആന കൊണ്ടുവന്നിട്ടിട്ട് ചവിട്ടി താഴ്ത്തുമെന്നാണ് പറഞ്ഞത്. ഈ കിണർ ഞാൻ പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിലിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ടൈമില്ല, ചായയൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നേരെ പോണത് ബീരാഞ്ചിറക്കാണ്. അപ്പോൾ ആരെങ്കിലും ഒരു സംശയം ഷോപ്പിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കലുണ്ട്. ഈ കൊടക്കലിൽ നിന്ന് തിരുനാവായ എന്നൊക്കെ ഈ ബീരാഞ്ചിറ റൂട്ട് കയറിയിട്ട് ബീരാഞ്ചിറ അങ്ങാടി തന്നെയാണ് നമ്മളെ കട ഉള്ളത്. അതും ഈ അവസരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ ആലത്തിയൂർ തിരു റൂട്ടിൽ ബീരാഞ്ചിറ എൻഡിങ്ങിലാണ് നമ്മുടെ കട. അങ്ങാടിയിൽ എൻഡിങ്ങിലായിട്ടാണ് നമ്മളെ കട. പിന്നെ നമ്മളെ കട കാണിക്കണില്ല കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പോണ വഴിയാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചരിത്രം സത്യമായിട്ടും എനിക്കറിയില്ല. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആർക്കെങ്കിലൊക്കെ കാണണമെന്നുണ്ടെങ്കിലും കേൾക്കണം. ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ തിരുനാവായ അമ്പലം, പിന്നെ അതേപോലെ തിപ്രംകൂട് അമ്പലം ഒക്കെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാർ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പം മണിക്കിണർ കാണിച്ചില്ല, ആ ഒരു ബീരാഞ്ചിറ അല്ല കൊടക്കൽ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ മണിക്കിണർ. കൊടക്കൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ എൻ്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂൾ BM UP സ്കൂൾ, ആ സ്കൂൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഒരുപാട് സംഭാവനകൾ അവരത് ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയില്ല. അവരുണ്ടാക്കിയതാണ്. 1190 വർഷം, 180 എത്രയാണ് സ്കൂളുടെ വാർഷികം കഴിഞ്ഞത്. അത്രയും വർഷമായിട്ടുള്ള സ്കൂളൊക്കെ ഉണ്ടാക്കിയിട്ട്, അത്രയും പഴക്കമുള്ള സ്കൂളാണ്. പിന്നെ ഹോസ്പിറ്റലും അങ്ങനെ. മറ്റേ ഓട് ഫാക്ടറി 1806 അങ്ങനെ എന്തോ ആണ് നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള ഒരു കല്ലിൽ. ഹോസ്പിറ്റലിൻ്റെ അവിടെയും സ്കൂളിൻ്റെ അവിടെയും എല്ലായിടത്തും അവരുണ്ടാക്കി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ബീരാഞ്ചിറ ടൗണിലേക്ക് എത്തുന്ന കുറച്ച് മുമ്പായിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള വഴിക്ക് കയറുക കേട്ടോ. ബീരാഞ്ചിറ ടൗണിലേക്ക് നേരെയാണ്, ഇതിൻ്റെ എൻഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വീട് കൈനിക്കര ചെമ്പാല എന്ന് പറയും. ഇതിപ്പോൾ കയറുന്ന റോഡ് കാരത്തൂർ റോഡാണ്.
ഈ റൂട്ടിന് കയറിയാലും നമ്മൾ അങ്ങനെ പോയാലും കാരത്തൂരാവും. ഇങ്ങനെ ഇവിടുന്ന് പോകേണ്ടവർക്ക് കാരത്തൂർക്ക് ഇങ്ങനെ ഈ റൂട്ടിന് കയറി നല്ല അടിപൊളി റോഡാട്ടോ. കുണ്ടും കുഴിയും ഒന്നുമില്ല. നമുക്ക് കാറൊക്കെ 5-ാം ഗിയറിൽ പറപ്പിക്കാൻ പറ്റിയ റോഡാണ്. അത്രയ്ക്ക് ഫിനിഷിങ് ഉള്ള റോഡാണ്. അപ്പോൾ ഈ റൂട്ടിൽ കയറി ചാടി കളിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിന് നേരെ കുറച്ചൊക്കെ കൊണ്ട് പോയാൽ ആദ്യം കാണുന്നത് നമ്മൾ കൊടക്കൽ ഓഡിറ്റോറിയമാണ്. അതിൽ തന്നെ ആ ഓഡിറ്റോറിയത്തിൻ്റെ എൻഡിങ്ങിലൊക്കെ ആയിട്ടാണ് നമ്മളെ കൊടക്കൽ പള്ളി ഉള്ളത്, ക്രിസ്ത്യൻസ് പള്ളി. പിന്നെ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സ്കൂൾ. അപ്പം ഒരുപാട് ബ്രിട്ടീഷുകാരെ സംഭാവന ഉണ്ട് കേട്ടോ. ഇത് ബിരാഞ്ചിറ അങ്ങാടിക്ക് ഇതിലും പോവാം. അപ്പം ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, കൊടക്കൽ ഓഡിറ്റോറിയം. നമ്മളതല്ല കേട്ടോ, നമ്മുടെ കല്യാണങ്ങളൊക്കെ വരുന്ന ഓഡിറ്റോറിയം. അപ്പം ഈ വാഗൻ്റെ അപ്പുറത്താണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, ഞാൻ പറഞ്ഞില്ല പള്ളിയുള്ളത്. CSI അങ്ങനെ നമുക്ക് പറയാനറിയില്ല കേട്ടോ, അതാണ് ഞാൻ പറയാത്തത്. 2 പള്ളി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളി ഇതാണ്, ഒരു പള്ളി അപ്പുറമുണ്ട്. ഇതാണ് കൊടക്കൽ സ്കൂൾ വരുന്നത്. ഇതാണ് നമ്മുടെ മോനൊക്കെ പഠിക്കണം പറഞ്ഞില്ലേ, 1880-90 ഒക്കെ വർഷം പഴക്കമുള്ള സ്കൂള്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ട് സ്ഥലമാണ്. മണിക്കിണർ, മരുന്നറ, നിളാപ്പഴുത്താര, അതൊക്കെ അപ്പുറമാണ്. താമരപ്പം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താമരക്കായൽ, അങ്ങനെ ഒരുപാട് കാണാനുള്ളൊരു ഏരിയയാണ് നമ്മുടെ തിരുനാവായ, തിപ്രങ്കോട്, കൊടക്കല്. അതൊക്കെ ഓട് ഫാക്ടറി ഇല്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമാണ് ആ ഓട് ഫാക്ടറിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നല്ലൊരു ഫീല് തോന്നുമായിരുന്നു നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ ഞാൻ വന്നു 1-2 വർഷമായപ്പോൾ അത് പൊളിച്ചു. അന്നൊക്കെ അത് പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. കയറാനൊന്നും പറ്റില്ല, കാരണം അടച്ച് കിടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ കരുതും, അതൊക്കെ എന്തിനാണ് പൊളിച്ചത്, അതൊക്കെ നമുക്ക് കാണാനും നമ്മളൊരു ചരിത്രമാക്കിയിട്ട് മ്യൂസിയം പോലെയൊക്കെ ഇട്ട് എന്തില്ലേ പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കാനൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെ സ്കൂളിൽ പിള്ളേർ ശാസ്ത്രമേളയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ചരിത്രങ്ങളും കൊടക്കലിനും ബീരാഞ്ചിറയുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്കറിയില്ല, അതാണ് സംഭവം. നമ്മൾ മക്കൾക്ക് അത്രയും അറിയില്ല. ആരാപ്പോൾ ചരിത്രമൊക്കെ നോക്കുന്നു. ഞാനൊക്കെ ഇത് വന്ന് കേട്ട സമയത്ത് ഇവർക്കൊക്കെ അറിയട്ടോ, അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഈ ഏർത്തുള്ളവരൊക്കെ വന്ന് കാണുക. ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ബന്ദർക്കടവ്. നമുക്കൊരു നമ്മൾ ഊട്ടിയിലൊക്കെ പോകേണ്ടവന് പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സ്ഥലം. ഞാൻ ഊട്ടിയിലും മൂന്നാറും എല്ലായിടത്തും പോയിട്ടുണ്ട്. അതൊക്കെ പോലത്തൊരു ഫീൽ തന്നെയാണത്. അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു ശാന്തമായിട്ടും മനസ്സിനൊരു ടെൻഷനുള്ളപ്പൊക്കെ വന്നിരുന്ന മനസ്സ് ശാന്തമാവാനൊരു ഏകാന്തത ഉള്ള സ്ഥലം. അപ്പോൾ ഒക്കെ നമ്മൾ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ് ഈ വഴി ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സംസാരിക്കാത്ത വ്ളോഗായിട്ട് വരണമെന്നുണ്ട്, സമയം കിട്ടില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനും വേണ്ടിയായിട്ട് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വ്ളോഗ് ഇവിടെ നിർത്താൻ, നമ്മുടെ നാടിൻ്റെ ഒരു കുറിച്ചിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. ഇനിയും ഒരുപാട് കാണാനുണ്ട് നമ്മുടെ നാട്. അപ്പം ഈ ഒരു ഈ ടവറിൽ പോണ കമ്പില്ല, നമ്മൾ വയനാടും മൂന്നാറൊക്കെ പോയി കമ്പി കൂടെ നമ്മൾ നടക്കുമ്പോൾ സൈക്കിൾ ഔട്ടില്ല. ഇതിൻ്റെ പണിക്കാർ ഇതിൻ്റെ മേലെ ആ കമ്പി കൂടി തൂങ്ങിയിട്ടായിരുന്നു ആ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരുന്നു. അതും വെയിലത്ത് നമുക്ക് സങ്കടം വരും അത് കാണുന്ന സമയത്ത്, അത്രയും വെയിലുള്ള സമയത്ത്. അപ്പോൾ ഒക്കെ നമ്മൾ വീടിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. അപ്പോൾ ഒക്കെ